വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാരും സംസാരിക്കാത്ത പ്രവൃത്തിയൊന്ന് നാദം ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാരും സംസാരിക്കാത്ത പ്രവൃത്തിയൊന്ന് നാദം ചെയ്യാൻ പോകുന്നു. ദൈവത്തിന്റെ മഹത്വം നീഴലിരിക്കും. ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. ദൈവത്തിന്റെ മഹത്വം നീഴലിരിക്കും. ദൈവത്തിന്റെ കരത്തിൽ നീ വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാരും സംസാരിക്കാത്ത പ്രവൃത്തിയൊന്ന് നാദം ചെയ്യാൻ പോകുന്നു. സ്തുതിക്കാം. ഹല്ലേലൂയ, 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും സ്വസ്ഥമായിട്ടിരിക്കുക. ഓരോ ദിവസത്തിലുള്ള സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും എനിക്ക് മനസ്സിൽ തോന്നുന്ന ഒരു ആശങ്കയുണ്ട്. ഈ ക്രിസ്ത്യാനികൾക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന്. ഓരോ ദിവസത്തിലുള്ള ഉടമ്പടി സാക്ഷ്യങ്ങളുടെ പുതിയ ആവിഷ്കാരങ്ങളും ജനങ്ങളുടെ ദൈവാനുഭവങ്ങളും കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ്. എന്താണ്? ഈ ക്രിസ്ത്യാനികൾക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ലീഡ് ചെയ്യണത് ദൈവാനുഭവത്തിൽ അക്രൈസ്തവരാണ്. സാക്ഷ്യം കേട്ടാൽ മനസ്സിലാകും. അപ്പോൾ എനിക്കുണ്ടാകുന്ന ഉള്ളുകൊണ്ടുള്ള സന്തോഷം എന്താ നിങ്ങൾക്കറിയാവോ? ഈ ഉടമ്പടി അത്ര കണ്ട അറിവില്ലാത്തവർക്കും ഇത് വളരെ സങ്കീർണമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇത് വളരെ ലളിതമായി നടപ്പിൽ വരുത്തിക്കൊണ്ട് ഉന്നതമായ ദൈവാനുഭവം പ്രാപിക്കുന്നവരുടെ സാധാരണക്കാരും അതുപോലെ തന്നെ അഭ്യസവിദ്യരുമുണ്ട്. അപ്പോൾ ഈ പ്രോജക്റ്റ്, ഈ ഫോർമുല ആപ്ലിക്കബിൾ ആണ്. എക്സ്പീരിയൻഷ്യൽ ലെവലിലാണെങ്കിലും അത് ദൈവാനുഭവത്തിന് ആർക്കും സാധിക്കുന്നതാണ്. അല്പം ആത്മാർത്ഥത കാണിച്ചാൽ മതി എന്നാണ്. ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഉടമ്പടി വിശ്വാസത്തിലല്ല ചെയ്യണത്, പിന്നെ എന്തിനാണ്? വിശ്വസ്തതയിലാണ് ചെയ്യണമെന്ന്, അല്ലേ? വിശ്വസ്തതയാകുമ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം അത് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. പക്ഷെ ഉടമ്പടി വിശ്വസ്തതയേക്കാൾ ഉപരി ആത്മാർത്ഥതയാണ് ഇതിൻ്റെ അകത്ത് അന്തസത്യം എന്ന് പറയണത്. നിങ്ങൾക്കൊരു ഉടമ്പടി അനുഭവങ്ങൾ വേണമെങ്കിൽ വിശ്വാസം ഓൾറെഡി ഉണ്ടാകണം. പിന്നെ എന്താണ്? വിശ്വസ്തത ഉണ്ടാവണം.
വിശ്വാസത്തിൻ്റെ കണ്ടിന്യൂറ്റിക്കാണ് നമ്മൾ, പിന്തുടർച്ചയുള്ള വിശ്വാസത്തിനാണ്, തുടർച്ചയുള്ള വിശ്വാസത്തിനാണ് നമ്മൾ വിശ്വസ്തത എന്ന് പറയുന്നത്. പക്ഷേ ഉടമ്പടി പെട്ടെന്ന് ഒരു പ്രസൻസ് ഫീൽ ചെയ്യണമെങ്കിൽ, കാര്യം നിങ്ങൾക്ക് സൗഖ്യം വന്നെന്ന് ഒരു സാക്ഷ്യങ്ങൾ കേട്ടാൽ, ഇപ്പോൾ ക്യാൻസർ 4th സ്റ്റേജ് സുഖപ്പെട്ടു, ലിവർ ക്യാൻസർ സുഖപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാലും ഞാൻ അത്ര കണ്ട് ശ്രദ്ധിക്കത്തില്ല. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഉടമ്പടി എടുത്ത് കുറച്ച് വൃത്തിമേനായിട്ടൊക്കെ ജീവിച്ചവർക്ക് സ്വാഭാവികമായിട്ട് ബേസിക് ഗ്രേസ് ആണ് അതൊക്കെ. പക്ഷേ നിങ്ങൾക്ക് പ്രസൻസ് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ ഉടനെ അത് ശ്രദ്ധിക്കും. കാര്യം മറ്റു പ്രാർത്ഥനാ രൂപങ്ങളിൽ നിന്നും ഉടമ്പടിക്കുള്ള തനത് ദൈവാനുഭവം എന്ന് പറയണത്, ഉടമ്പടിയുടെ തനത് ദൈവാനുഭവം എന്ന് പറയണത് പ്രസൻസാണ്, ദൈവസാന്നിധ്യം. ഏത് ദുർഘട സമയങ്ങളിലും ദൈവസാന്നിധ്യം അനുഭവിക്കും. ദൈവസാന്നിധ്യത്തിന് സാധാരണ ലെവലിലെ ആൾക്കാർക്ക് പഞ്ഞം വരുന്ന സമയമുണ്ട്. ഇപ്പം നമുക്ക് ആഹാരത്തിന് പഞ്ഞം വരുന്ന ക്ഷാമകാലമില്ലേ? ആഹാരത്തിന് ക്ഷാമകാലം ഉണ്ടായിരുന്നല്ലോ യുദ്ധം കഴിഞ്ഞപ്പോൾ. 1940 യുദ്ധം കഴിഞ്ഞപ്പോൾ ക്ഷാമകാലമായിരുന്നു ഇവിടെ, ഭയങ്കരമാണ്. അങ്ങനെയാണ് ജനങ്ങളൊക്കെ എല്ലാം നാടൊക്കെ വിട്ടു പോണത്. അപ്പം അതുപോലെ തന്നെ ആധ്യാത്മിക ജീവിതത്തിലും ക്ഷാമകാലം ഉണ്ടാകും. ദൈവാനുഭവം ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരവും കിട്ടാത്ത രീതിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ പോകുന്നില്ലാതെ ഒരു അടയാളം കാണാത്ത കാലം, അതിന് ക്ഷാമകാലമാണ്. പക്ഷേ ഈ ക്ഷാമകാലത്ത് പോലും ഉടമ്പടിയിൽ ആത്മാർത്ഥതയായിട്ട് ജീവിക്കുന്നവർക്ക് ഒരു പ്രസൻസ് എങ്കിലും ഫീൽ ചെയ്യും. അവർക്ക് മൊത്തം ഒരു ക്ഷാമകാലത്തേക്ക് പോകത്തില്ല. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത്, എനിക്ക് എല്ലാവരോടും അപേക്ഷിക്കാനുള്ളത്, ഇതൊരു അപേക്ഷയായിട്ട് കരുതിയാൽ മതി, ആത്മാർത്ഥത കാണിക്കാൻ നോക്കണം ഉടമ്പടിയോട്. നിങ്ങളൊരു ഉടമ്പടിയാണ്, ദൈവവുമായിട്ട് ഒരു പരസ്പരമുള്ള ധാരണയിലെ ഒരു കമ്മിറ്റ്മെൻറ്റാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലൊരു കമ്മിറ്റ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ്. എന്താ അതിനെ പറഞ്ഞ പ്രതിബദ്ധത, സമർപ്പണം നടത്തിയിരിക്കുകയാണ്. അതിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ ദൈവത്തിൻ്റെ സന്നിധി ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങൾ, പ്രതിബദ്ധതയുടെ കാരണങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഭൗതികം ആവശ്യമായിരിക്കരുത്, ദൈവം തന്നെയായിരിക്കണം. മനസ്സിലായോ? ഇല്ലേ? ജോലി ലഭിക്കാനോ വീട് വിൽക്കാനോ വസ്തു ലഭിക്കാനോ കടങ്ങൾ മാറാനോ, അതിൽ നിന്ന് ഉടമ്പടി വരെ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാം. ഉടമ്പടി കൃപാസനത്തിൽ വന്നു ഉടമ്പടി എടുക്കുന്നവരെ നിങ്ങൾക്ക് ഭൗതിക കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റും. പറഞ്ഞ മനസ്സിലായാലും ശ്രദ്ധിച്ച് കേൾക്കണം. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നവരെ നിങ്ങളുടെ ജോലി, കടങ്ങൾ പരിഹരിക്കുക, ജോലി കിട്ടുക, വിവാഹം കഴിക്കുക, വീട് വെക്കുക, അങ്ങനെ നിങ്ങളെ അലട്ടുന്ന പ്രശ്നം എന്താണ്, അത് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നവരെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ആലോചനപ്പെടാനും ആശങ്കപ്പെടാനും പറ്റും. പക്ഷെ വൺസ് യു ഗെറ്റ് ഇൻ ടു ദി കവനൻറ്റ്, നിങ്ങൾ ഒരിക്കൽ ദൈവമായിട്ടൊരു ബന്ധം, ഉടമ്പടി ബന്ധമായി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ആശങ്കപ്പെടേണ്ടത് ദൈവത്തോടുള്ള ബന്ധത്തിൽ തന്നെയാണ്. എന്താണ്? എങ്ങനെ എൻ്റെ ദൈവവുമായിട്ട് ഡിവൈഡ് ഓഫ് ദി ഫിസിക്കൽ ഡിമാൻഡ്സ്, നമുക്ക് ഉണ്ടാകുന്ന മറ്റു തരത്തിലുള്ള ഭൗതിക സമ്മർദ്ദങ്ങൾക്കപ്പുറത്ത് എൻ്റെ ദൈവവുമായിട്ട് എനിക്ക് ഈ ഭൂമിയിൽ വെച്ച് സാധ്യമാകുന്ന ഏറ്റവും സുതാര്യവും ഏറ്റവും ലളിതവുമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തെ എങ്ങനെ പരിപോഷിപ്പിക്കാൻ കഴിയും, അതിനെന്നെ സഹായിക്കണമേ എന്നാണ് അമ്മയോട് പ്രാർത്ഥിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന
ഉടനടി പരിഹാരമേകുന്നു. അവൻ പറയുന്നതും ചെയ്തിടും. ജീവിതം ധന്യമായിത്തീർന്നിടും. അവൻ പറയുന്നതും ചെയ്തിടും. ജീവിതം ധന്യമായിത്തീർന്നിടും. ആദ്യമായി ഞാൻ ഈ ആൾത്താരയിൽ കയറാൻ അവസരം തന്ന എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് അംബിക അശോകൻ. ഇടുക്കി ജില്ല തൊടുപുഴ കുമാരമംഗലത്ത് നിന്ന് വരുന്നു. എൻ്റെ മകൾ ആതിര അശോകന് വിവാഹം കഴിഞ്ഞിട്ട് 3.5 വർഷമായിട്ടും കുട്ടികളില്ലായിരുന്നു. അപ്പം പല ഹോസ്പിറ്റലിലും പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പിന്നെ അർച്ചന ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു കീഗോള് പോലെ ഒരു ഓപ്പറേഷൻ ചെയ്യണം, ചെയ്താലും 60% അവർ പറഞ്ഞത്. പിന്നെ ആയുർവേദം ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു കൊച്ചിന് ഡിസബിലിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഷുഗർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇനി ഒരു മരുന്നും ചെയ്യണ്ട, നമുക്ക് വീട്ടിൽ മരുന്നൊന്നും ചെയ്യാതെ വീട്ടിൽ പോകാമെന്നും പറഞ്ഞ് അങ്ങനെ മരുന്ന് ചെയ്യാതെ ഇരുന്നു. കൊണ്ടുവന്ന മരുന്നെല്ലാം ഞാൻ എടുത്ത് ദൂരെ കളഞ്ഞു. എന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ, ഞാൻ അവിടെ വന്ന് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചോളാം, എൻ്റെ മോൾക്കൊരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കണമെന്ന് ഹൃദയം നൊന്ത് കരഞ്ഞപേക്ഷിച്ച് പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത ആ മാസം തന്നെ മോള് പ്രഗ്നൻ്റായി. അമ്മ ഞങ്ങൾക്കൊരു പൊന്നുംകുടത്തിനെ തന്ന് അനുഗ്രഹിച്ചു. അതാണ് ഈ മോള്. പിന്നെ മോൾക്ക് വണ്ടി അപകടം മൂലം ഡിസബിലിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് 1 വർഷത്തോളം ഒരു ചലനമില്ലാതെ വയ്യാതെ കിടപ്പായിരുന്നു. അങ്ങനെ പയ്യാണ് നോർമലായി വന്നത്. അപ്പോൾ പ്രസവവും ബുദ്ധിമുട്ടായിരുന്നു, ഓപ്പറേഷനും റിസ്ക്കായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം അവസാനമായപ്പം എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു. പ്രസവം നടക്കുമോ, അതിനുള്ള ഒരു ശക്തി ശരിക്കും ഇല്ലായിരുന്നു. പിന്നെ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ നട്ടലിന് പൊട്ടലൊക്കെ ഉണ്ടായിരുന്നു, തലച്ചോറിന് ക്ഷതയേറ്റ് അങ്ങനെ കുറേ നാൾ കിടന്നായതുകൊണ്ട് അതും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. 10 മാസമായി കഴിഞ്ഞപ്പം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടെ ചെന്ന് പെയിൻ ഉണ്ടാവാനുള്ള മരുന്നൊക്കെ ചെയ്തിട്ടും പെയിനൊന്നും ആകുന്നില്ലായിരുന്നു. 3 പേര് ഇവരുണ്ടായിരുന്നു. അതിൽ 3 പേരിൽ 2 പേർക്കും പെയിനായി ലേബർ റൂമിൽ കയറ്റി. മോളെ കയറ്റിയിട്ട് വീണ്ടും ഇറക്കി വിട്ടു. അത് കഴിഞ്ഞ് ഡോക്ടർ വീണ്ടും വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പോൾ മോൾക്ക് വേദനകളൊന്നും ഉണ്ടായില്ല. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ശ്രമിച്ചിട്ട് കാര്യമില്ല, മോള് തന്നെ ശ്രമിക്കണമെന്ന് പറഞ്ഞ് കുറേ വഴക്കൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഞാനും കൊച്ചിൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും ഒത്തിരി സങ്കടപ്പെട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. മോളെ വീണ്ടും ഒന്നുകൂടെ ലേബർ റൂമിൽ കയറ്റി ഇഞ്ചക്ഷൻ എടുത്തു. അപ്പം ഞാൻ അവിടെ ഒരു നടയിലിരുന്ന് മാതാവിൻ്റെ അടുത്ത് മുട്ടുകുത്തി ഇന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ കുറേ സമയം പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ ചെന്ന് ഇവരിരുന്ന സ്ഥലത്ത് ഇരുന്ന് 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആതിരയുടെ ആരാ ഉള്ളത് എവിടെയെന്ന് ചോദിച്ച് വിളിച്ചു. അപ്പം ഞാൻ പേടിച്ചു പോയി, പൊട്ടിക്കരഞ്ഞ് ഓടി എത്തി അവിടെ. അന്നേരം ഈ കുഞ്ഞു ബേബീനെ എൻ്റെ കയ്യിലേക്ക് കൊണ്ട് തന്നു. സന്തോഷം കൊണ്ട് ഞാൻ വീണ്ടും ഉറക്കെ കരഞ്ഞുപോയി. ഒരു ബുദ്ധിമുട്ടും ഒരു വിഷമം. മാതാവിനോട് ഞാൻ ഒന്നേ പറയും, മാതാവേ, പ്രസവിക്കാനുള്ള ശക്തി എൻ്റെ മോൾക്കില്ല, പിന്നെ ഓപ്പറേഷൻ ചെയ്യാനും വയ്യ, അതുകൊണ്ട് അമ്മ മാതാവ് വേണം ആ കുഞ്ഞിനെ എടുക്കാൻ. അല്ലാതെ ഒരു രീതിയിലും നടക്കുന്ന ഒരു കേസല്ലെന്ന് ഞങ്ങൾക്കറിയായിരുന്നു. അമ്മ ഇടപെട്ട് മാതാവ് തന്നെ മാതാവിൻ്റെ ഉള്ളം കൈയിലേക്ക് ആ കുഞ്ഞിനെ ഒരു വിഷമവും കൂടാതെ കുഞ്ഞിനെ പുറത്തെടുത്തു. ഇറങ്ങി വന്നിതെല്ലാം കഴിഞ്ഞപ്പോൾ ഇത്രയും എളുപ്പമായിരുന്നു അമ്മേ പ്രസവം, ഞാനൊന്നും അറിഞ്ഞില്ല, ഈ കുഞ്ഞാവ് ഉണ്ടായത് ഒരു വിഷമം പോലും ഞാൻ അറിഞ്ഞില്ലെന്ന്. അത്രയേറെ അനുഗ്രഹമാണ് എൻ്റെ അമ്മയും തിരുക്കുമാരനും തന്നിരിക്കുന്നത്.
പിന്നെ മോൾക്ക് ഈ ചെവി കൊട്ടി അടയ്ക്കുന്ന ഒരു ഇതായിരുന്നു. ചെവി എപ്പോഴും ഇങ്ങനെ അടഞ്ഞു പോകുമായിരുന്നു, സംസാരിക്കുമ്പോഴൊക്കെ അടഞ്ഞ് ഇങ്ങനെ വരുമായിരുന്നു. അങ്ങനെ തൈലം പുരട്ടി നന്നായി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അത് മാറിക്കിട്ടി. പിന്നെ എൻ്റെ കാലിന് മുട്ടിന് താഴോട്ട് ഈ തോട്ടിൽ വെള്ളത്തിൽ പോയി നിന്ന് ഇങ്ങനെ അലർജി കൊണ്ട് ചൊറിച്ചിലായിരുന്നു. 10-14 വർഷമായിട്ട് 2 കാലും ഭയങ്കര ചൊറിച്ചിലായിരുന്നു. അത് മരുന്നുകളൊക്കെ തൂത്തിട്ട് ഒന്നും മാറിയില്ല. ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത് പൂർണ്ണമായിട്ടും മാറി. പിന്നെ എൻ്റെ മുഖത്ത് കണ്ണിൻ്റെ താഴെയായിട്ട് വലിയൊരു ചുരുളനട്ടയുടെ ഒരു രീതിയിൽ കറുത്ത ഒരു കുരു പോലെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് കീറിക്കളയണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു. പിള്ളേർ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അത് എടുത്ത് കളാമെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് പോകാതെ ഞാൻ ഉടമ്പടിയിലാണല്ലോ മാതാവേ, അമ്മയുടെ കയ്യിലുണ്ടല്ലോ മരുന്നെന്ന് വിചാരിച്ച് ഞാനത് 3 ദിവസം വിശ്വാസപ്രമാണം ചൊല്ലി കുരിശ് വരച്ച് ആ തൈലം എടുത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. 4-ാമത്തെ ദിവസം നോക്കിയപ്പം ഒരു പാട് പോലും ഇല്ലാതെ ആ കുമിള മാറിപ്പോയി എന്നുള്ളതാണ്. പിന്നെ അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ 2019 ആദ്യമായിട്ട് ഉടമ്പടി ഓൺലൈനിലാണ് എടുത്തിരുന്നത്. അന്ന് തൊട്ട് കുറേ കാര്യങ്ങൾ എനിക്ക് സാധിച്ചു. അന്ന് വന്ന് 10 സാക്ഷ്യം ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ ഫ്രണ്ട്സിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അവർക്കെല്ലാ കാര്യങ്ങളും സാധിക്കാറുണ്ട്. പിന്നെ ഇങ്ങനെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ എല്ലാവരുടെ അടുത്തും പറയുമ്പോൾ അവരൊക്കെ ഇവിടെ വന്ന് കുറേ പേര് ഉടമ്പടി എടുത്തിട്ടുണ്ട്. കുറച്ച് പേര് അല്ലാതെ നിത്യം പ്രാർത്ഥനയുണ്ട്. കാരുണ്യപ്രവൃത്തികൾ ഞാൻ പത്രം വാങ്ങി കാരിക്കോട് ഹോസ്പിറ്റലിലൊക്കെ പോയി രോഗികളെ കണ്ട് പ്രാർത്ഥിച്ച് പത്രം കൊടുക്കും. പിന്നെ അവർക്ക് ഭക്ഷണത്തിനുള്ള പൈസ കൊടുത്തിട്ട് പോരും. അതുപോലെ തന്നെ സ്റ്റാൻഡുകളിൽ തൊടുവഴി മൂവാറ്റുവഴിയൊക്കെ പോയി സ്റ്റാൻഡുകളിൽ പത്രം കൊടുക്കാൻ പോവും. അപ്പം ഞാൻ പ്രാർത്ഥിക്കും, മാതാവേ അർഹതപ്പെട്ടവരുടെ കയ്യിൽ മാത്രമേ ഈ പത്രം എത്താവുള്ളേ, അവർ മാതാവിനെ അറിയാനും ആഴപ്പെടാനും അവസരം കൊടുക്കണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. പിന്നെ ഞാൻ കുറേ തീരെ പാവപ്പെട്ടവർക്ക് ഡിസബിലിറ്റി ഉള്ള 1-2 പേർക്ക് നമുക്ക് പറ്റിയില്ലെങ്കിൽ പോലും മറ്റുള്ളവരിൽ നിന്ന് ചോദിച്ച് വാങ്ങിച്ച് 2 വീട് പണിത് കൊടുത്തു. അവർ ഭയങ്കര സന്തോഷമായി. അവരിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2 പേർക്കല്ലാതെ വാർക്കാനായിട്ടുള്ള സിമൻറ്റ് കമ്പി അങ്ങനെയൊക്കെ ഒരു ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി അങ്ങനെ കൊടുത്ത് സഹായിച്ചു. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും വന്ന് ആവശ്യപ്പെട്ടാൽ എനിക്ക് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു. പിന്നെ ഒരു കുട്ടി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് ഓൺലൈനിൽ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഫോണില്ലായിരുന്നു, പാവപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. അന്നേരം ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, മോനെ ഒരു ഫോൺ വാങ്ങി ആ കുഞ്ഞിന് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടിക്ക് ഒരു ഫോൺ വാങ്ങിക്കൊടുത്തു. അങ്ങനെ ആ കുട്ടി ഏറ്റവും നന്നായിട്ട് ക്ലാസ്സിൽ ഫസ്റ്റായിട്ട് ഇന്ന് ആ കുട്ടി പഠിക്കുന്നു. പിന്നെ ഞാൻ എല്ലാ ദിവസവും നേരത്തെ ബൈബിൾ വായിക്കുമായിരുന്നു. ബൈബിൾ തന്നെ 3 പ്രാവശ്യം മൊത്തം വായിച്ചു തീർന്നു. അതുപോലെ രാവിലെയും വൈകിട്ടും പ്രത്യക്ഷ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും ചെല്ലുമായിരുന്നു. ഇപ്പം ബൈബിൾ വായിക്കാൻ ഈ കുഞ്ഞുവാവയുള്ളതുകൊണ്ട് അത്ര സമയം കിട്ടുന്നില്ലെങ്കിലും എപ്പോഴും മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കും. നമുക്ക് എന്ത് ആപത്ത് വന്നാലും വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ കാര്യം സാധിക്കും. പിന്നെ ഈ മോളും കുഞ്ഞുങ്ങോടെയും പുറവശത്ത് ഇങ്ങനെ തിണ്ണയിൽ നിന്നപ്പോൾ മറിഞ്ഞടിച്ച് മുറ്റത്തേക്ക് 2 സ്റ്റെപ്പിൻ്റെ താഴത്തേക്ക് വീണു. ഒരു പോറൽ പോലും പറ്റിയില്ല. അന്നേരം എൻ്റെ അമ്മ പറഞ്ഞു, മാതാവ് ഉള്ളം കൈയിലേക്കാണ് ആ കുഞ്ഞിനെയും അമ്മയും മേടിച്ചത്, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും പറ്റിയേനെന്ന്. അതുപോലെ എന്ത് കാര്യം പറഞ്ഞാലും മാതാവ്. പിന്നെ ഞങ്ങളുടെ മുമ്പിലും പുറകിലും ഞാൻ എതിലെ പോയാലും ഇങ്ങനെ
ഒറ്റയ്ക്ക് നടന്ന് അങ്ങനെ ഒരു ശീലമൊന്നും എനിക്കില്ലായിരുന്നു. ആരെങ്കിലും കൂട്ടില്ലാതെ അല്ലെങ്കിൽ ആരെങ്കിലും ഹെൽപ്പില്ലാതെ ഒരു കാര്യം ചെയ്യാൻ എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി പ്രാർത്ഥന എടുത്ത് പിന്നെ എവിടെ പോയി എന്ത് കാര്യം ചെയ്യണമെങ്കിലും നല്ലൊരു ധൈര്യം തമ്പുരാൻ തന്നു. പിന്നെ ഞാൻ എതിൽ പോയാലും മാതാവ് എൻ്റെ കൂടെയുണ്ട്. എന്ത് ആപത്ത് വന്നാലും മാതാവ് അവിടെ എന്നെ താങ്ങി നിർത്താറുണ്ട്. എത്രയേറെ വിഷമങ്ങൾ വന്ന് കരഞ്ഞാലും ആ കാര്യം അമ്മ മാതാവ് എനിക്കൊരിക്കലും സാധിക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ മാതാവ് എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. പരിശുദ്ധ മാതാവിനും തിരുകുമാരനും 1000 നന്ദി. എൻ്റെ പേര് ഗ്രീഷ്മ. എൻ്റെ മക്കളാണ് എറണാകുളം ജില്ലയിലെ അങ്കമാലിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി 5/11/2022 ഉടമ്പടി എടുത്തത്. ആദ്യമായി മാതാവിൻ്റെ ദൈവസന്നിധിയിൽ ഞാൻ പറഞ്ഞത്, ഞാൻ സർവേയും ബ്യൂട്ടീഷ്യനുമാണ് പഠിച്ചേക്കണേ. ഇതിൽ ഏത് തന്നാലും ഞാൻ 2 കൈ നീട്ടി സ്വീകരിച്ചോളാം എന്നാണ് മാതാവിനോട് പറഞ്ഞത്. ബ്യൂട്ടീഷ്യനാണ് തരുന്നതെങ്കിൽ 5 വർഷത്തിനുള്ളിൽ സ്വന്തമായി തുടങ്ങാനുള്ള കഴിവ് എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചു. മാതാവ് അത് 1 വർഷത്തിനുള്ളിൽ തന്നെ എനിക്ക് സ്വന്തമായി എനിക്ക് തന്നു. കട തുടങ്ങാനായിട്ട് 7 ലക്ഷത്തിൻ്റെ മുകളിൽ പൈസയായി. ചോദിച്ച എല്ലാവരും എനിക്ക് ചോദിച്ച പൈസ അല്ലെങ്കിൽ കൂടുതലാണ് എനിക്ക് തന്നത്. 1 വർഷത്തിനുള്ളിൽ മാതാവ് എനിക്ക് 5 ലക്ഷം രൂപ കടം വീട്ടിൽ തന്നു. ഒരു പാർലർ ഇട്ട് കഴിഞ്ഞാൽ 6 മാസം പിടിക്കും നമുക്കൊന്ന് വർക്ക് കിട്ടാനായിട്ട്. ആദ്യത്തെ മാസം തന്നെ എനിക്ക് 75,000 രൂപയുടെ വർക്കാണ് മാതാവ് എനിക്ക് തന്നത്. ഇത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതുപോലെ തന്നെ എനിക്ക് വണ്ടി വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ മാതാവിനോട് പറഞ്ഞില്ല. പക്ഷെ 6 മാസത്തിനുള്ളിൽ തന്നെ മാതാവ് എനിക്ക് ഒരു സ്കൂട്ടി തന്നു. ഓടിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു വണ്ടി ഓപ്പോസിറ്റ് വന്ന് ആ വണ്ടി ഇട്ടുകൊണ്ട് ഞാൻ ഓടിപ്പോവുള്ളൂ. ഞാൻ എങ്ങനെ വണ്ടി ഓടിക്കണമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. മാതാവിൻ്റെ കൊന്ത ആ വണ്ടിയിലിട്ടാണ് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വണ്ടി ഓടിക്കണേ. മാതാവ് പറയും, നീ എന്തിനാ പേടിക്കണേ, ഞാനില്ലേ നിൻ്റെ കൂടെ, നീ ധൈര്യമായിട്ട് ഓടിച്ചോ. ആ ഒറ്റ ധൈര്യത്തിലാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. ഇപ്പോൾ രാത്രിയില്ല പകലില്ല എന്ന എപ്പോഴും വേണമെങ്കിലും ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോകും. ആ മാതാവിൻ്റെ ഒറ്റ ധൈര്യമാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ മൂത്ത മകള് സ്കൂളിലൊന്ന് നെറ്റിയിടിച്ച് വീണു. നെറ്റി പൊട്ടിയിട്ട് ഒന്നുമില്ല, പക്ഷെ അവിടെ ഇടിച്ച സ്ഥലത്ത് രക്തം ഇങ്ങനെ പൊടിഞ്ഞു വരും. അപ്പോൾ പല ഡോക്ടർമാരെയും കാണിച്ചു, അവർക്കൊന്നും മനസ്സിലാവണില്ല. അതിൻ്റെ ഫോട്ടോയൊക്കെ ഉണ്ട്. മാതാവിൻ്റെ തൈലം തേച്ചതോടെ ബ്ലഡ് വരവ് നിന്നു. പിന്നെ അത് വെള്ളം നമ്മൾ മുഖം കഴുകണ പോലെ തലേന്ന് വെള്ളം ഒഴുകുകയാണ്. അതിൻ്റെ ഫോട്ടോയൊക്കെ വീഡിയോ ഒക്കെ ഇരിപ്പുണ്ട്, അത് കാണിച്ചു തരാം. വെള്ളം ഇങ്ങനെ ഒഴുകുകയാണ്. അപ്പോൾ ഡോക്ടർമാർ എന്നെ ചീത്ത പറഞ്ഞു, നീ കൊച്ചിനെ നോക്കാത്ത കാരണമാണ്, നീ കൊച്ചിന് അങ്ങനെ മുഖം കഴുകിയിട്ടാണ് നിന്നെ പറ്റിക്കണേന്ന് പറഞ്ഞു. ആദ്യം സത്യമായിട്ട് ഞാനും അങ്ങനെ വിചാരിച്ചേ. എൻ്റെ മുമ്പിലിരുത്തിയാണ് ഞാൻ വീഡിയോ എടുത്ത്. ഓരോ തുള്ളി തലയുടെ അവിടെ നിന്ന് ഒഴുകും. മാതാവിൻ്റെ തൈലം വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ തേച്ചതോടെ വെള്ളം വരവും ബ്ലഡ് വരവും നിന്നു. അതുപോലെ എനിക്ക് എന്നും അലർജി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുമ്മൽ. രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഈ തുമ്മലായിരിക്കും. മാതാവിൻ്റെ തൈലം തേച്ചു, അതും മാറി. ഇത്രയും സൗഭാഗ്യം ദൈവം ഞങ്ങൾക്ക് തന്ന എൻ്റെ മാതാവിനും തിരുകുമാരനും എന്തോരം നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതുപോലെ തന്നെ എനിക്ക് പറ്റുന്ന, ഇപ്പോൾ എനിക്ക് 1000 രൂപയുടെ വർക്ക് കിട്ടിയാൽ 100 രൂപ ഞാൻ മാറ്റി വയ്ക്കുന്നത് പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിനോ അല്ലെങ്കിൽ പാവപ്പെട്ട ആർക്കെങ്കിലും ഒരു സഹായത്തിന്, ഒരു രീതിയിൽ ജീവിക്കാൻ പറ്റവർക്ക് വേണ്ടിയാണ് ഞാൻ മാറ്റി വയ്ക്കും. അങ്ങനെ പല പ്രാവശ്യമായിട്ട് കൊടുത്തു. ആ പൈസ ഞാൻ ഒന്നിനെടുക്കില്ല, അതിന് വേണ്ടി മാത്രം ഞാൻ അത് മാറ്റി വെച്ചേക്കാണ്. അതുപോലെ തന്നെ പള്ളിയിൽ നിന്ന് ഇതുപോലെ പിരിവുണ്ട്. പാവപ്പെട്ട കുട്ടികളെയൊക്കെ ഭക്ഷണത്തിനായാലും ഡ്രസ്സിനായാലും ഒക്കെ
പള്ളിയിൽ നിന്ന് പിരിവിടും, അതിനകത്തൊക്കെ ഞാൻ കൊടുക്കും. പിന്നെ എല്ലാ ദിവസവും സ്കൂളിൽ പോകുമ്പോൾ മക്കളുടെ നെറ്റിത്ത് തൈലം പൂശിയിട്ടാണ് ഞാൻ സ്കൂളിൽ വിടുക. അതുപോലെ കൊന്ത രാവിലെ 3 മണിക്ക് ചൊല്ലും. 3 മണിക്ക് എന്ന് ഞാൻ ചൊല്ലണോ അന്നൊക്കെ എനിക്ക് 10,000 രൂപയുടെ വർക്ക് എനിക്ക് കിട്ടും. സത്യമായിട്ട് ഞാൻ പറയണേ, എന്ന് ചൊല്ലാണ്ടിരിക്കണോ അന്ന് എനിക്ക് വർക്ക് കിട്ടില്ല. സത്യമായിട്ടുള്ള കാര്യമാണ്. അത് വിശ്വാസമായിട്ട് ഞാൻ പറയുകയാണ്. നിങ്ങൾ 3 മണിയുടെ കൊന്ത ഒരു എന്താ പറയുക എനിക്ക് അറിഞ്ഞുകൂടാ. 3 മണിയുടെ കൊന്ത ഞാൻ ചൊല്ലും, നല്ല വർക്ക് കിട്ടും. അത് 2 നേരം രാവിലെയും വൈകുന്നേരവും ഞാൻ പ്രാർത്ഥിക്കും. ഇത്രയും എൻ്റെ മാതാവ് തന്ന മാതാവിനും തിരുകുമാരനും 1000 നന്ദി.